ഒരു നൈറ്റ് ഓഫ് ഒക്കെ കിട്ടി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് മിസ്റ്റർ ഹസ്ബൻഡ് എന്നോട് പറയുന്നത് നമുക്കൊരു ഐസ്ക്രീം കഴിക്കാൻ പോയാലോ എന്ന്. ഐസ്ക്രീം കേട്ടാൽ ഞാൻ പിന്നെ ഇടം നല്ല ആലോചിക്കാറില്ല. ഉള്ള എനർജി ഇല്ലാത്ത എനർജി ഉണ്ടാക്കിയിട്ട് ഞാൻ ചാടി എഴുന്നേറ്റു കേട്ടോ. ഇന്നിവിടെ രാവിലെ തന്നെ ഒരു മാതിരി മൂഡി ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ സൂര്യൻ ചേട്ടൻ തിരിച്ച് വന്നിട്ടുണ്ട്. പൂർവ്വധികം ശക്തിയോടെ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ട്. 5 മണിയായ സമയം. പക്ഷെ പുറത്തോട്ടൊക്കെ പോയി ഒരു വാക്കിനൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ നമുക്ക് ചുമ്മാ പുറത്തൊക്കെ പോയി ഐസ്ക്രീം ഒക്കെ കഴിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ പോണത് നമ്മുടെ തൊട്ടടുത്തുള്ള ഹാരോ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ടൗണിലേക്കാണ് കേട്ടോ. അവിടെയാണ് നമുക്ക് അത്യാവശ്യത്തിനുള്ള കടകൾ, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് മാളുകളൊക്കെ ഉണ്ട്. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് അവിടെയാണ് പോണത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ട്യൂബ് സ്റ്റേഷനിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ട്യൂബ്, അതായത് ട്രെയിൻ കിട്ടും കേട്ടോ. സോ നെക്സ്റ്റ് സ്റ്റേഷൻ തന്നെയാണ് ഈ ഹാരോ എന്ന് പറയുന്നത്. ട്രെയിൻ കാത്തു നിന്നപ്പോൾ അവിടുത്തെ ആ വ്യൂ, അതായത് ആ പ്രകൃതി ഭംഗി നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു ഭംഗിയുള്ള വ്യൂ ആണ് നമുക്ക് അവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ ഹാരോയിലെത്തിയിട്ടോ. രാവിലെ പെയ്ത മഴയുടെ ആ ഒരു തണുപ്പും ചെറിയൊരു കാറ്റും, പിന്നെ ദേ വീണ്ടും ആകാശത്ത് കാർമേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ടു കൂടുന്നു. വീണ്ടും ഒരു മഴ പെയ്യാനുള്ള പുറപ്പാടാണോ എന്ന് അറിയില്ല. നേരത്തെ കണ്ട സൂര്യൻ ചേട്ടനെ വീണ്ടും കാണാനില്ല. എന്തായാലും നമ്മളൊരു ഐസ്ക്രീം കഴിക്കാൻ തന്നെയല്ലേ വന്നത്. അതും കൂടി കഴിഞ്ഞിട്ട് ചുമ്മാ അതിലൂടെയൊക്കെ ഒന്ന് നടന്ന് തിരിച്ചു പോകാം എന്നാണ് ഞങ്ങൾ ഓർത്തത്. ഇതേ ആ കാണുന്ന കേട്ടോ ഞങ്ങളുടെ ഐസ്ക്രീം കട. നമ്മൾ എത്തിപ്പോയി ഗൈസ്. അപ്പം ഇനി ഐസ്ക്രീം വാങ്ങാം. ഇവിടെ ആരെയും കാണാനില്ല ഗൈസ്. ഈ കടയും തുറന്നു വെച്ച് ഇവരെവിടെയാണ് പോയത്? ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് ആരെങ്കിലും ഐസ്ക്രീമൊക്കെ എടുത്തോണ്ട് പോയില്ലേ എന്നാണ് ഞാൻ ആലോചിച്ചത്. ഏതായാലും സമയം കളയണ്ട. ആൾ വരുന്ന നേരം കൊണ്ട് നമുക്കിങ്ങനെ ഐസ്ക്രീമിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിട്ടിരിക്കാം. പിന്നെ ഏതാ എടുക്കേണ്ടതെന്നും കൂടി തീരുമാനിക്കണമല്ലോ. ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്. അതിപ്പോൾ ഐസ്ക്രീം എന്നല്ല, എന്തായാലും എന്ത് സാധനം വാങ്ങാൻ ചെന്നാലും ഒരു കൺഫ്യൂഷനാണ്. അറ്റ്ലാസ് നമ്മുടെ ചേച്ചി വന്നു ഗൈസ്. ഞാൻ സെലക്ട് ചെയ്തത് മാംഗോ, സ്ട്രോബെറി, ബ്ലൂബെറി, അങ്ങനെ 3 ഫ്ലേവറിലുള്ള ഐസ്ക്രീം ആട്ടോ. നമ്മുടെ ചേച്ചി ഭയങ്കര കഷ്ടപ്പെട്ടാണ് സ്കൂപ്പ് ചെയ്തെടുക്കുന്നത്. അതിങ്ങനെ കണ്ടു നിന്നപ്പോൾ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് സൈക്കിളിൽ ഒരു പ്രത്യേകതരം ഹോണൊക്കെ അടിച്ചിട്ട് വരുന്ന നമ്മുടെ ഐസ്ക്രീംകാരൻ ചേട്ടനെ ഓർമ്മ വന്നു. ഐസ്ക്രീമും ഐസ് സ്റ്റിക്കും ഐസ് ലോലീസും പിന്നെന്താ നമ്മുടെ സിപ്പപ്പൊക്കെ ആയിട്ട് വേനലവധിക്കാലത്താണ് കൂടുതലായിട്ടും വരാറ്. ഈ മാർച്ച് ഏപ്രിൽ സമയത്ത് ഉച്ചരിഞ്ഞൊരു എന്താ പറയുക 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കുക ഹോണടിക്ക് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം എന്താ പറയുക ഒരു കുടുക്കയിൽ പൈസയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും ഈ ഐസ്ക്രീമും ഐസ് സ്റ്റിക്കൊക്കെ വാങ്ങാനായിട്ട്. അന്ന് വലിയ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല, 5 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനീ പറയണത് 90s കിഡ്സിനെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ ഒരു വലിയൊരു കാത്തിരിപ്പായിരുന്നു അത്, ഐസ്ക്രീംകാരന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. എനിവേ ചേച്ചി നമ്മുടെ ഐസ്ക്രീമൊക്കെ സ്കൂപ്പ് ചെയ്ത് കഴിഞ്ഞു. സോ അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നു ഗൈസ്. ഇനിയിപ്പോൾ തൊണ്ടവേദന ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. എനിവേ പോണ വഴിയിലത്തെ കാഴ്ചകളാണ് കേട്ടോ. ഭംഗിയുള്ള പള്ളി കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് എടുത്തതാണ്. നല്ല ഭംഗിയാണ് ഇവിടുത്തെ പള്ളികളും ബിൽഡിങ്ങുകളും ഒക്കെ കാണാനായിട്ട്. ആ പണ്ടത്തെ ആ ഒരു ആർക്കിടെക്ചറിൻ്റെ ആ ഒരു ബ്യൂട്ടി ഇപ്പോഴും അവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐസ്ക്രീം കഴിക്കും. ഒരു ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഏകദേശം 7 മണിയായി. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.